ജോസ് കെ മാണി എം.പി നയിക്കുന്ന മധ്യമേഖലാ ജാഥ ഇടുക്കിയുടെ മലയോരങ്ങളിലൂടെ വികസനങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ട് മുന്നേറുകയാണ്. ജാഥ അംഗവും CPIM കേന്ദ്ര കമ്മിറ്റി അംഗവുമായ കെ ശൈലജ ടീച്ചർ നമ്മോടൊപ്പം ചേരുന്നു. ടീച്ചർ, വളരെയധികം ജനസഞ്ചയമാണ് ഓരോ പോയിന്റുകളും ജാഥയെ വരവേൽക്കാനായിട്ട്. കഴിഞ്ഞ 5 കൊല്ലക്കാലം ഇടുക്കിയുടെ മലയോര മേഖലകളിൽ LDF സർക്കാർ നടത്തിയ വികസനങ്ങളുടെ നേർസാക്ഷ്യം ഈ സ്വീകരണ വേദികളിൽ കാണാൻ കഴിയുന്നുണ്ടോ? തീർച്ചയായിട്ടും കഴിഞ്ഞ 10 വർഷക്കാലം ഇടുക്കിയിലുണ്ടായിട്ടുള്ള മാറ്റം വളരെ വലുതാണ്. അപ്പോൾ പ്രധാനമായിട്ട് ആരോഗ്യ മേഖലയിലുണ്ടായ മാറ്റം, അന്ന് ഞാൻ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്നല്ലോ. ഞങ്ങൾ വരുന്ന സമയത്ത് ഈ ഇടുക്കി മെഡിക്കൽ കോളേജ് വെറുതെ ഒരു മെഡിക്കൽ കോളേജ് പ്രഖ്യാപനവും നടത്തി, കുട്ടികളെയും പ്രവേശിപ്പിച്ചു. പക്ഷേ സർക്കാരിന് അന്ന് UDF ഗവൺമെൻറ് വാക്കുകൊടുത്ത, സർക്കാരിനല്ല കേന്ദ്ര മെഡിക്കൽ കൗൺസിലിന്, ഞങ്ങൾ ഇന്ന സൗകര്യങ്ങളെല്ലാം ഇത്ര കാലാവധിക്കുള്ളിൽ ചെയ്യും എന്ന് അഫിഡവിറ്റ് കൊടുത്തിട്ടാണ് അന്ന് NOC അവർക്ക് കിട്ടുന്നത്, തുടങ്ങാനുള്ള അനുവാദം കിട്ടുന്നത്. പക്ഷെ അതൊന്നും അവർ ചെയ്തില്ല. അവരുടെ 5 വർഷക്കാലം അവർ പാഴാക്കി കളഞ്ഞു. അവരുടെ അവസാന വർഷം, കഴിഞ്ഞ UDF ഗവൺമെൻറ്റിൻ്റെ അവസാന വർഷം, ഇടുക്കി മെഡിക്കൽ കോളേജിൻ്റെ അംഗീകാരം കേന്ദ്ര ഗവൺമെൻറ് റദ്ദാക്കി, മെഡിക്കൽ കൗൺസിൽ റദ്ദാക്കി. ഞങ്ങൾ വരുമ്പോൾ അംഗീകാരമില്ലാത്ത ഇടുക്കി മെഡിക്കൽ കോളേജാണ് ഉണ്ടായിരുന്നത്. വളരെ പെട്ടെന്ന് തന്നെ നടപടികൾ സ്വീകരിച്ചു. കേരളത്തിലെ LDF ഗവൺമെൻറ് ആ മെഡിക്കൽ കോളേജിന് എന്തൊക്കെ കാര്യങ്ങളാണ് ആവശ്യമെന്ന് മനസ്സിലാക്കി, അതിൻ്റെ കെട്ടിട നിർമ്മാണത്തിന് കിഫ്ബിയിൽ നിന്ന് പണം വകയിരുത്തി ആവശ്യമായിട്ടുള്ള തസ്തികകൾ സൃഷ്ടിച്ചു. അങ്ങനെ എല്ലാം ശരിയാക്കിയിട്ട് വീണ്ടും മെഡിക്കൽ കൗൺസിൽ അപേക്ഷ കൊടുത്തിട്ടാണ് മെഡിക്കൽ കോളേജിൻ്റെ അംഗീകാരം തിരിച്ചെടുക്കുന്നത്. ഇതിൻ്റെ ഇടവേളയിൽ അവിടെ നേരത്തെ പ്രവേശിച്ചിരുന്ന കുട്ടികളുടെ ജീവിതം വഴിയാധാരമാവുമായിരുന്നു. പക്ഷേ പ്രത്യേക പെർമിഷൻ വാങ്ങിക്കൊണ്ട്, മെഡിക്കൽ കൗൺസിലിൻ്റെ പെർമിഷൻ വാങ്ങിക്കൊണ്ട് ആ കുട്ടികളെ മറ്റ് മെഡിക്കൽ കോളേജുകളിലേക്ക് അന്ന് വിന്യസിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത്രയും ശ്രമിച്ചിട്ടാണ് ഇടുക്കി മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമാക്കുന്നത്. പിന്നെ ആശുപത്രികൾ, നെടുങ്കണ്ടത്ത് ഈ ചെറുതോണിയിലെ ആശുപത്രി മെഡിക്കൽ കോളേജിന് കൊടുത്തതുകൊണ്ട് നെടുങ്കണ്ടത്ത് ഒരു പ്രത്യേക ജില്ലാ ആശുപത്രി വേണമെന്നായിരുന്നു ഇടുക്കിക്കാരുടെ ആഗ്രഹം. അവരുടെ ജില്ലാ ആശുപത്രി മെഡിക്കൽ കോളേജിനായിട്ട് പോയിരിക്കുകയാണ്. അതും അംഗീകരിച്ചുകൊണ്ട് നെടുങ്കണ്ടത്ത് ഒരു പ്രത്യേക ജില്ലാ ആശുപത്രി ഉണ്ടാക്കാനെന്ന് അവിടുത്തെ MLA ആയിട്ടുള്ള മണിയാശാൻ്റെ വലിയ പരിശ്രമവും അതിൻ്റെ പിന്നിലുണ്ട്. അതിൻ്റെ നിർമ്മാണം ഏകദേശം പൂർത്തിയായിക്കൊണ്ടിരിക്കുക. വലിയ ആശുപത്രി ആയതുകൊണ്ടാണ് കുറച്ച് കാലതാമസം ഉണ്ടായത്. നോക്കൂ, ഇവിടുത്തെ മലയോര ഹൈവേകൾ, അതുപോലെ തന്നെ നാഷണൽ ഹൈവേയുടെ പ്രവർത്തനം, കേന്ദ്ര വനം വകുപ്പിൻ്റെ ചില തടസ്സങ്ങളുള്ളത് കൊണ്ട് നാഷണൽ ഹൈവേയുടെ പ്രവർത്തനത്തിന് ചില തടസ്സങ്ങൾ ചിലപ്പോൾ നേരിടുന്നുണ്ട്. സംയോജിതമായി ഇടപെട്ട് പരിഹരിച്ചാണ് പോകുന്നത്. ഇടുക്കിയുടെ ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം പട്ടയ പ്രശ്നമാണ്. ഈ പട്ടയ പ്രശ്നം കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പുമായി കൂടി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. പക്ഷേ കേരള ഗവൺമെൻറ് അത് പരിഹരിക്കുന്നതിന് ആത്മാർത്ഥമായിട്ട് പരിഹരിച്ചു. വളരെയേറെ പട്ടയങ്ങൾ, ഇപ്പോൾ ആകെ 4 ലക്ഷം പട്ടയം ഈ കേരളത്തിലുടനീളം ഈ ഇടതുപക്ഷ ഗവൺമെൻറ് കൊടുത്തപ്പോൾ 40,000-ഓളം പട്ടയം ഇടുക്കിയിൽ കൊടുത്തു. പക്ഷേ കുറച്ചും കൂടി പട്ടയ പ്രശ്നം ബാക്കിയുണ്ട്. അതിൻ്റെ കുരുക്കുകൾ കൂടി തീർത്തുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് നിരന്തരമായി ബന്ധപ്പെടുന്നു, കോടതിയിൽ ഇടപെടുന്നു. അത് തീർത്തുകൊണ്ട് മൂന്നാമത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വന്നാൽ ഈ പട്ടയ പ്രശ്നം പൂർണ്ണമായിട്ടും പരിഹരിക്കും. അപ്പോൾ ഇടുക്കിയിലെ ജനങ്ങൾക്കത് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ മൂന്നാമതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരണമെന്ന് അവർ ആഗ്രഹിക്കുകയാണ്. ഈ ഇടുക്കിയിൽ റെയിൽ ഗതാഗതമായ അന്യമായ ഇടുക്കിയിലേക്ക് ചരിത്രത്തിലാദ്യമായി 1900 കോടി രൂപ സർക്കാർ മുതൽ മുടക്കി ശബരി റെയിൽപാത എത്തുകയാണ്. അതിൻ്റെ ഒരു സന്തോഷം കൂടി ഇടുക്കി ജനതയ്ക്കുണ്ട്. ഇടുക്കി ജനതയ്ക്ക് അങ്കമാലി ശബരിപാത എത്രയും വേഗം നിർമ്മിച്ച് നൽകുമെന്ന ഉറപ്പ് കൂടി നൽകിക്കൊണ്ടാണ് ഈ മലയോര വികസന മുന്നേറ്റ ജാഥ ഇടുക്കിയിലൂടെ സഞ്ചരിക്കുന്നത്. അതെ, ഞങ്ങൾ വളരെ അഭിമാനത്തോടു കൂടിയാണ് ഇടുക്കിയിലെ ജനതയോട് ആ കാര്യം പറയുന്നത്. ശബരി റെയിൽപാതക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അംഗീകാരം വേണം. പക്ഷെ അവരൊരു തവണ പ്രഖ്യാപിച്ചെങ്കിലും ഒരു നടപടിയും മുന്നോട്ട് നീക്കിയില്ല എന്നുള്ളതാണ്. അപ്പോഴാണ് സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട്, ശരിക്കും പറഞ്ഞാൽ അതെല്ലാം കേന്ദ്ര റെയിൽവേ വകുപ്പ് നിർവഹിക്കേണ്ടതാണ്. സ്ഥലം ഏറ്റെടുക്കാനുള്ള പണം അടക്കം കേന്ദ്ര റെയിൽവേ വകുപ്പ്, കാരണം റെയിൽ കേന്ദ്രത്തിൻ്റെതാണ്, അപ്പോൾ അവർ തരേണ്ടതാണ്. പക്ഷേ അത് ഏറ്റെടുക്കുകയാണ് കേരളം. നിങ്ങൾ വളരെ പെട്ടെന്ന് നിർമ്മിക്കണം, സ്ഥലം ഏറ്റെടുക്കാനുള്ള ഉത്തരവാദിത്തം ഞങ്ങൾ എടുക്കുന്നു. എന്നിട്ടാണ് ഈ കൊച്ചു കേരളം 1900 കോടി ഉറുപ്പിക ഈ റെയിൽപാതയ്ക്ക് സ്ഥലം എടുക്കുന്നതിന് വേണ്ടിയും മറ്റനുബന്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും ഈ കഴിഞ്ഞ ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത്. ആ റെയിൽപാത കേന്ദ്ര ഗവൺമെൻറ് അനുവദിച്ചിട്ടില്ലെങ്കിലും സംസ്ഥാനം യാഥാർത്ഥ്യമാക്കുമെന്ന് നമ്മൾ പറയാണ്. കാരണം അവരുടെ അംഗീകാരം വേണം. പക്ഷേ ഇത് നേരെ ഇടുക്കിയിലേക്കുള്ള ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു റെയിൽപാതയാണ്. അതിന് നിയമപരമായിട്ട് ഏതറ്റം വരെ പോകാനും അതിലിടപെടാനും കേരളത്തിലെ ഗവൺമെൻറ് തയ്യാറാണ്. അപ്പോൾ ശബരി റെയിൽപാത യാഥാർത്ഥ്യമാക്കാൻ പണം വകയിരുത്തിയത് കേരള ഗവൺമെൻറ്റാണ്. കേന്ദ്ര ഗവൺമെൻറ് ചെറുവിരൽ അനക്കിയിട്ടില്ല ഇപ്പോഴും. ഇത്തരത്തിൽ സർവ്വതല സ്പർശിയായ സകല മേഖലകളെയും തൊട്ടുകൊണ്ടുള്ള വികസനങ്ങൾ ഓരോന്നായി എണ്ണിപ്പറഞ്ഞുകൊണ്ട് വികസന മുന്നേറ്റ ജാഥ ഇടുക്കിയുടെ മണ്ണിലൂടെ പുരോഗമിക്കുകയാണ്. ക്യാമറമാൻ ദിലീപിനൊപ്പം അഖിൽ TS, കൈരളി ന്യൂസ്.